എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് ആ പ്രകൃതി ശക്തിയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഈ കാര്യം നാളെ കടലക്കറി അവയിൽ മാത്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ കടലക്കറി കാബേജ് ഉണ്ടാക്കാം. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 19ാമത്തെ അധ്യായം. അതിൽ നമ്മൾ 20 ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ആ അധ്യായം നമ്മൾ പൂർത്തിയാവുകയാണ്. ഈ അധ്യായത്തിലാണ് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ്റെ വധം, അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഭഗവാൻ വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. ഗദായുദ്ധം ആയിരുന്നു ആദ്യം. അപ്പോൾ ആദ്യം ഹിരണ്യാക്ഷൻ ഭഗവാന്റെ ഗദയെ തട്ടിത്തെറിപ്പിച്ചു. നിരായുധനായി നിൽക്കുന്ന ഭഗവാനോട് യുദ്ധത്തിന് ഹിരണ്യാക്ഷൻ തയ്യാറായില്ല. അവിടെ അവൻ യുദ്ധനീതി പാലിച്ചു. ഭഗവാൻ പോലും മനസ്സിൽ ആ കാര്യത്തിൽ ഹിരണ്യാക്ഷനെ ഒന്ന് ബഹുമാനിച്ചു, അഭിനന്ദിക്കുകയും ചെയ്തു മനസ്സുകൊണ്ട്. ഗദ നഷ്ടപ്പെട്ടതിന് ശേഷം ഭഗവാൻ സുദർശന ചക്രം സങ്കല്പിച്ചുകൊണ്ട് വരുത്തുകയാണ് ചെയ്തത്. പിന്നീട് ഹിരണ്യാക്ഷന് നേരെ സുദർശന ചക്രമാണ് പ്രയോഗിക്കാൻ നോക്കുന്നത്. അതിനുശേഷം ഭഗവാൻ സുദർശന ചക്രത്താൽ ഹിരണ്യാക്ഷൻ്റെ ഗദയെ ഇതുപോലെ തന്നെ ഗദായുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ്റെ ഗദയും തെറിച്ചു വീണു. പോയ ഗദയെ തിരിച്ചെടുത്ത് വീണ്ടും യുദ്ധത്തിന് വരാൻ ഭഗവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഹിരണ്യാക്ഷൻ വീണ്ടും യുദ്ധത്തിന് ചെന്നപ്പോൾ അത് ഹിരണ്യാക്ഷൻ്റെ കയ്യിൽ നിന്നും ഭഗവാൻ ആ ഗദയെ എടുത്തു. ഹിരണ്യാക്ഷൻ്റെ കയ്യിൽ നിന്ന് ഭഗവാൻ ആ ഗദയെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ഭഗവാൻ കൊടുത്തെങ്കിൽ പോലും വളരെയധികം അഭിമാനിയായിരുന്ന ഹിരണ്യാക്ഷൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും ആ 3 മുനകളോട് കൂടിയ ശൂലമാണ് വരുത്തിയത്. പിന്നെ ശൂലം കൊണ്ട് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആ ശൂലവും സുദർശന ചക്രത്താൽ ഛിന്ന ഭിന്നമാക്കി കളയുകയായിരുന്നു ചെയ്തത് ഭഗവാൻ. അതിനുശേഷം ഹിരണ്യാക്ഷൻ മറഞ്ഞിരുന്നുള്ള മായാപ്രയോഗങ്ങളാണ് ഭഗവാന് നേരെ നടത്തിയത്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ആകാശചാരികളായി നിന്ന് ബ്രഹ്മദേവൻ മറ്റു ദേവന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ ഭഗവാനോട് പറയുന്നുണ്ട്, നേരം വൈകിക്കല്ലേ ഭഗവാനെ, വേഗം എത്രയും പെട്ടെന്ന് അവനെ വധിക്കുക. ഭഗവാനാണെങ്കിൽ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഇട്ടിട്ട്. അതുപോലെയാണ് ഹിരണ്യാക്ഷൻ്റെ പ്രകോപിതനാക്കുന്ന രീതിയിൽ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്. അപ്പം അവരെല്ലാവരും വളരെയധികം ആകുലചിത്തരാവുകയാണ് ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടപ്പോൾ ഈ യുദ്ധം. അപ്പോൾ ഹിരണ്യാക്ഷൻ അങ്ങനെ പലതരത്തിലുള്ള കൊടുങ്കാറ്റ്, പൊടിപടലങ്ങളൊക്കെ പാറുന്നു, കാർമേഘങ്ങൾ വരുന്നു, ഇടിവെട്ടും മിന്നലും ഒരേ സമയം ഉണ്ടാകുന്നു. അന്തരീക്ഷമാകെ തേജോഗോളങ്ങൾ പോലും മങ്ങിപ്പോകുന്ന രീതിയിൽ അന്ധകാരം വ്യാപിക്കുന്നു. പിന്നെ മഴ, കാർമേഘത്തിൽ നിന്നും വർഷിക്കുന്നത് മുഴുവൻ രക്തവും അസ്ഥിയും മലവും മൂത്രവും എന്താ പറയുക, വൃത്തികെട്ട മണത്തോടുകൂടി സ്മെല്ല് ഗന്ധമുള്ള മുടി, അങ്ങനെയൊക്കെയാണ് കാർമേഘങ്ങളിൽ നിന്നും വർഷിക്കുന്നത്. മഴയ്ക്ക് പകരം അതൊക്കെയാണ്. പിന്നെ പർവ്വതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ പർവ്വതങ്ങളിൽ നിന്നൊക്കെ ആയുധങ്ങൾ വർഷിക്കുന്നു. അതുപോലെ രാക്ഷസ സ്ത്രീകൾ നഗ്നരായിട്ട് മുടി അഴിച്ചിട്ട് കയ്യിൽ ശൂലവും ഏന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ അന്തരീക്ഷം മുഴുവൻ, അതായത് ആയുധങ്ങളൊക്കെ പോകുന്നത് കണ്ടപ്പോൾ ഹിരണ്യാക്ഷന് സ്വന്തം പൗരുഷം കുറേശ്ശെ നഷ്ടപ്പെടുന്നൊരു തോന്നൽ വന്നപ്പോൾ മറഞ്ഞിരുന്നിട്ട് ശത്രുവിനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള അതായത് ആ അന്തരീക്ഷത്തിൽ മുഴുവൻ ഒരു ഭയാനകമായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ശത്രുവിനെ ഭയപ്പെടുത്തി യുദ്ധത്തിൽ പരാജയപ്പെടുത്താനാണ് ഹിരണ്യാക്ഷൻ നോക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെയും എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ എല്ലായിടത്തും വല്ലാത്ത ദുർനിമിത്തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിരണ്യാക്ഷൻ. ഇനി ആ യുദ്ധത്തിൻ്റെ ബാക്കി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 21. ബഹുഭിഹി യക്ഷരക്ഷോഭിഹി പത്തി അശ്വരഥ കുഞ്ചരൈഹി ആദതായിഭി
ഉത്സൃഷ്ട ഹിംസ്ര വാചഃ അതി വൈശസാഃ ബഹുഭിഃ യക്ഷരക്ഷോഭിഃ പത്തി അശ്വരഥ കുഞ്ചരൈഃ ആദതായിഭിഃ ഉത്സൃഷ്ട ഹിംസ്ര വാചഃ അതി വൈശസാഃ. ബഹുഭിഹി അനേകം യക്ഷരക്ഷോഭി അനേകം യക്ഷസുകളും രാക്ഷസന്മാരും, പത്തി എന്ന് വെച്ചാൽ കാലാൾപ്പട, അശ്വം കുതിരപ്പട, രഥം കുഞ്ചരൈ ആനപ്പട എന്നിങ്ങനെ പട നയിച്ച് ആദതായി ബിഹി ആയുധധാരികളായിട്ട് ഉത്സൃഷ്ട എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്നവിടെ. ഉത്സൃഷ്ട എന്താണ് അവർ പറഞ്ഞത്? ഹിംസ്രവാച, അതായത് ക്രൂരമായ വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിവൈശസ, ഹിംസവാച അതിവൈശസ എന്ന് വെച്ചാൽ പ്രാകൃതമായത്, അതായത് വളരെ മോശമായ പ്രാകൃതമായ വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്യധികം. അപ്പോൾ അതും ഹിരണ്യാക്ഷന്റെ മായാപ്രയോഗമായിരുന്നു. അതായത് രാക്ഷസന്മാര്, യക്ഷസന്മാര് ഇവരെല്ലാവരും അത്യധികം ഒരു യുദ്ധത്തിന് വേണ്ടി വരുന്ന പോലെ കാലാൾപ്പട, അതുപോലെ ആന, കുതിര എന്നിങ്ങനെ പട നയിച്ച് കയ്യിൽ ആയുധവുമായിട്ട് രാക്ഷസന്മാരും ഒക്കെ വന്നിട്ട് അവരെല്ലാവരും അവിടെ നിന്നിട്ട് വളരെ മോശമായ വാക്കുകൾ, ക്രൂരമായ പ്രാകൃതമായ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നിൽക്കുകയാണെന്ന്. അപ്പം നമുക്ക് ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദം മുഴുവൻ എന്താ പറയുക, പ്രാകൃതമായ ദുഷ്ടമായ വാക്കുകൾ ഇങ്ങനെ ശബ്ദരൂപത്തിൽ കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ഭയം വരികയും ഒക്കെ ചെയ്യല്ലോ. അപ്പം ഏത് വിധേനയും ശത്രുവിനെ കീഴ്പ്പെടുത്തുക, അങ്ങനെ ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിയിട്ട്, അതാണ് ഹിരണ്യാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രാക്ഷസന്മാരെയും യക്ഷസന്മാരെയും ഒക്കെ വരുത്തി അവരൊക്കെ അവിടെ നിന്ന് വളരെ ക്രൂരമായ വാക്കുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ശബ്ദമാണ് അപ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേട്ടത് എന്നർത്ഥം. ശ്ലോകം 22. പ്രാദുഷ്കൃതാനാം മായാനാം ആസുരീണാം വിനാശയൻ സുദർശന അസ്ത്രം ഭഗവൻ പ്രായുക്ത ദയിതം ത്രിപാദം. പ്രാദുഷ്കൃതാനാം മായാനാം ആസുരീണാം വിനാശയൻ സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുക്ത ദയിതം ത്രിപാദം. പ്രാദുഷ്കൃതാനാം, അതായത് പ്രാദുഷ്കൃതാന്ന് വെച്ചാൽ ഭഗവാൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മായാനാം ആസുരീണാം, മായയിലൂടെ അസുരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ മായയിലൂടെ കാണിക്കുന്ന ഇങ്ങനെയുള്ള ആസുരികമായ പ്രവൃത്തികൾക്ക് വിനാശയൻ അവസാനമിടാനായിട്ട് സുദർശനാസ്ത്രം, സുദർശന ചക്രത്തെ ഭഗവാൻ പ്രയോഗിച്ചു. ദയിതം ത്രിപാദ് എന്ന് വെച്ചാൽ തനിക്ക് ഏറ്റവും, ത്രിപാദ് എന്ന് വെച്ചാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധമായിട്ടുള്ള സുദർശന ചക്രമാണ് ഭഗവാൻ ആ അസുരൻ്റെ ഈ മായാപ്രയോഗങ്ങൾക്ക് വിനാശം വരുത്തുവാനായിട്ട് സുദർശന ചക്രത്തെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ അന്ത്യം അടുക്കേണ്ട സമയമായി. കളികളൊക്കെ അവസാനിച്ചു. ഹിരണ്യാക്ഷൻ ഭഗവാനുമായി നേരിട്ടൊരു യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ മറഞ്ഞിരുന്ന് മായ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി. അതായത് ആ യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല, എല്ലായിടത്തും അന്തരീക്ഷം മുഴുവൻ ഇരട്ട് പരക്കുകയും ഇടിമിന്നലും എല്ലാ തരത്തിലും അന്തരീക്ഷത്തിൽ ഭയാനകമായൊരു അവസ്ഥയുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇനി അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ ഹിരണ്യാക്ഷൻ്റെ ഈ മായാപ്രയോഗങ്ങൾക്ക് ഒരു അറുതി വരുത്തണം, നാശം വരുത്തണം. അതിനായിട്ട് എത്രയും പെട്ടെന്ന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധമായ സുദർശന ചക്രം ഹിരണ്യാക്ഷന് നേരെ പ്രയോഗിച്ചു. അത് പ്രയോഗിച്ച വഴിക്ക് ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലൂടെ ഒരു ഇടിമിന്നൽ പോയ പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതാർക്കായിരിക്കും ഉണ്ടാവുക? സ്വന്തം അമ്മയ്ക്ക് അല്ലേ? ഹിരണ്യാക്ഷൻ്റെ മാതാവായിട്ടുള്ള ദിതി അവരുടെ ഹൃദയത്തിൽ, ആശ്രമത്തിലിരിക്കുന്ന അവരുടെ ഹൃദയത്തിൽ പെട്ടെന്നൊരു നടുക്കം. സ്വന്തം മകനാണ് അവിടെ മരിക്കാറായത്. ആ അവസാന നിമിഷത്തിൽ എത്തിയപ്പോൾ ഭഗവാൻ സുദർശന ചക്രം പ്രയോഗിച്ച മാത്രയിൽ ആശ്രമത്തിലിരിക്കുന്ന ദിതിയുടെ ഹൃദയത്തിലൂടെ ഒരു നടുക്കം പോയി എന്നാണ് പറയുന്നത്. ശ്ലോകം 23. തഥാ ദിദേ സമഭവത് സഹസാ ഹൃദി വേഭതുഃ സ്മര്യന്ത്യ ഭർത്തു ആദേശം സ്തനാത് ച അസൃക് പ്രസുശ്രുവേ. തഥാ ദിദേഹ സമഭവത് സഹസാ ഹൃദി വേപതുഃ സ്മരന്ത്യാ ഭർത്തു ആദേശം സ്തനാത് ച അസൃക് പ്രസുശ്രുവേ. അതായത് തഥാ ആ സമയത്ത് ദിദിയുടെ സഹസ
എന്നുവെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഹൃദി എന്ന് വെച്ചാൽ ഹൃദയത്തിൽ, വേപതു എന്ന് വെച്ചാൽ ദുഃഖത്തോടു കൂടിയ ഒരു നടുക്കം സമഭവത് എന്ന് വെച്ചാൽ അനുഭവപ്പെട്ടു എന്ന്. ഭഗവാൻ സുദർശന ചക്രം ഹിരണ്യാക്ഷനെ നേരെ വിട്ട മാത്രയിൽ ആശ്രമത്തിലിരിക്കുന്ന ദിതിയുടെ ഹൃദയത്തിൽ ആ നിമിഷത്തിൽ ഒരു ദുഃഖത്തോടു കൂടിയിട്ടുള്ള ഒരു ഞെട്ടല്, ഒരു നടുക്കം അനുഭവപ്പെട്ടു. ആ നിമിഷം അവർക്ക് മനസ്സിലായി ഭർത്താവ് തന്ന ആ വാക്ക്, സ്മരന്ത്യ ഓർത്തു, ഭർത്തു ആദേശം, തൻ്റെ ഭർത്താവായ കശ്യപ പ്രജാപതി പറഞ്ഞ ആ വാക്കുകൾ, നിന്റെ ഈ 2 പുത്രന്മാരും അസുരന്മാരായിരിക്കും, ലോകത്തിന് നാശം വിതയ്ക്കും, ഭഗവാൻ തന്നെയാണ് അവർക്ക് മോക്ഷം കൊടുക്കുക, ഭഗവാൻ തന്നെ വന്ന് അവരെ വധിക്കും, അവർക്ക് മോക്ഷം കൊടുക്കുക എന്ന് ഒരു വാക്ക് കശ്യപ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ ആ നടുക്ക അനുഭവപ്പെട്ട വഴിക്ക് ദിതിക്ക് മനസ്സിലായി ഒരാൾ പോവാറായി, ഒരു മകൻ പോവാറായി എന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ വാക്ക്, കശ്യപ മഹർഷി പറഞ്ഞ വാക്കുകളെ ഇങ്ങനെ മനസ്സിൽ സ്മരിച്ചപ്പോൾ സ്തനാഥ്, അവരുടെ മാറിടത്തിൽ നിന്നും അസൃക്, രക്തം പ്രസുശ്രുവേ, പുറത്തേക്ക് വരാൻ തുടങ്ങി. വാത്സല്യം, അമ്മയുടെ മനസ്സിലെ വാത്സല്യം വരുമ്പോൾ മുലപ്പാൽ ഒഴുകുന്ന സ്ഥാനത്ത് മകനാണ്, എത്ര ദുഷ്ടനാണെങ്കിലും ഒരു മകൻ, സ്വന്തം മകനാണല്ലോ. അപ്പോൾ മരിക്കണ നിമിഷം അമ്മയുടെ മാറിടത്തിൽ നിന്നും രക്തമാണ് പുറത്തേക്ക് ഒഴുകിയതെന്ന്. ദുഃഖത്തോടു കൂടിയിട്ട് ആ രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ശ്ലോകം 24. വിനഷ്ടാസു സ്വമായാസു ഭൂയഃ ച ആവൃച്യ കേശവം രുഷ ഉപഗുഹമാന ദദൃശ്യേ ഉപഗുഹമാനഃ അമും ദദൃശ്യേ അവസ്ഥിതം ബഹിഃ. വിനഷ്ടാസു സ്വമായാസു ഭൂയഃ ച ആവൃച്യ കേശവം രുഷ ഉപഗുഹമാനഃ അമും ദദൃശ്യേ അവസ്ഥിതം ബഹിഃ. വിനഷ്ടാസു എന്ന് വെച്ചാൽ പരാജയപ്പെട്ടപ്പോൾ, സ്വമായാസു തൻ്റെ മായാപ്രയോഗങ്ങൾ, സ്വമായാസു എന്ന് വെച്ചാൽ സ്വന്തം മായാപ്രയോഗങ്ങളൊക്കെ വിനഷ്ടാസു നഷ്ടപ്പെട്ടപ്പോൾ, അതായത് പരാജയപ്പെട്ടപ്പോൾ, ഭൂയഃ വീണ്ടും ആവ്രജ്യ പ്രത്യക്ഷത്തിൽ വന്നു ആര്? ഹിരണ്യാക്ഷൻ. കേശവം കേശവൻ ഭഗവാന്റെ മുന്നിലേക്ക് തൻ്റെ പ്രയോഗങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും, അപ്പോൾ ഇത്ര നേരം മറഞ്ഞു നിൽക്കുകയായിരുന്നു ഹിരണ്യാക്ഷൻ. വീണ്ടും ഹിരണ്യാക്ഷൻ ഭഗവാന്റെ മുന്നിലേക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് രുഷഹ വർദ്ധിച്ചു വന്ന കോപത്തോടെ ഉപഗുഹമാന എന്ന് വെച്ചാൽ ഓടി വന്ന് ഭഗവാനെ അങ്ങ് കെട്ടിപ്പിടിച്ചു എന്ന്, ആലിംഗന ബന്ധനത്തിലാക്കുക, മനസ്സിലായ? എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ ശരീരം ഒടിച്ചു കളയാൻ വേണ്ടിയിട്ടേ ആ മുഷ്ടിയൊക്കെ ഉണ്ടല്ലോ, കഠിനമായ ശരീരമല്ലേ, പർവ്വതം പോലെയാണ് ഈ ഹിരണ്യാക്ഷൻ്റെ ശരീരം. അപ്പം അങ്ങനെ അങ്ങോട്ട് വന്ന് ഭഗവാനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറയുക, ഞെരുക്കി കളയാന്ന് പറയില്ലേ, എല്ലുകളൊക്കെ ഒടിച്ച് ഞെരുക്കി കളയാൻ വേണ്ടിയിട്ട് ആലിംഗന ബന്ധനത്തിലാക്കി ഭഗവാനെ എന്നാണ് പറയുന്നത്. അമോം എന്ന് വെച്ചാൽ ഭഗവാനെ ഓടി വന്ന് ഹിരണ്യാക്ഷൻ പ്രത്യക്ഷത്തിൽ വന്ന് ഓടി വന്ന് ഭഗവാനെ അങ്ങ് ആലിംഗന ബന്ധനത്തിലാക്കി കളഞ്ഞു വർദ്ധിച്ച ദേഷ്യത്തോടെ. പക്ഷേ അങ്ങനെ ആക്കിയിട്ട് ഹിരണ്യാക്ഷൻ നോക്കുമ്പോൾ ദദൃശ്യേ കാണുകയാണ് അവസ്ഥിതം ബഹിഹി, അവൻ്റെ ആ കരവലയുണ്ടല്ലോ, ആ ആലിംഗനത്തിൻ്റെ പുറത്ത് അതാ ഭഗവാൻ നിൽക്കുന്നു. അതാണ് ഹിരണ്യാക്ഷൻ കണ്ടത് എന്ന്. അപ്പോൾ മായാപ്രയോഗങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും പ്രത്യക്ഷത്തിൽ വന്നു, ഭഗവാനെ അങ്ങ് വന്ന് ആലിംഗന ബന്ധനത്തിലാക്കിയിട്ട് കൊല്ലാനാണ്, വധിക്കാൻ നോക്കിയപ്പോൾ അതാ ഹിരണ്യാക്ഷൻ കാണുന്നു തൻ്റെ കരവലയത്തിൻ്റെ പുറത്ത് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറുക്കി ഞെരുക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴാണ് തൻ്റെ കൈയിൻ്റെ പുറത്ത് ഭഗവാൻ നിൽക്കുന്നത് ഹിരണ്യാക്ഷൻ കാണുന്നത്. ഇത്ര കണ്ടിട്ടും ഹിരണ്യാക്ഷന് മനസ്സിലാവുന്നില്ല അതാരാണെന്ന്. അപ്പോഴും ഹിരണ്യാക്ഷനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നറിയില്ല. അതായത് വിനാശകാലേ വിപരീതമായ ഒരു ബുദ്ധിയാണെന്ന് പറയില്ലേ, അനുഭവിക്കാനുള്ളതിനെ മാറ്റാൻ ആർക്കും സാധിക്കില്ല, അത് അവരനുഭവിച്ച് തന്നെ കടക്കണം. അപ്പോൾ അവർക്ക് നേരായ ബുദ്ധി ആ സമയത്ത് തോന്നില്ല, മായ അവരെ അവിടെ മറച്ചു കളയും. ഹിരണ്യാക്ഷൻ്റെ ബുദ്ധിയെ മായ മറച്ചു വെച്ചിരിക്കുക. കാരണം ഹിരണ്യാക്ഷൻ ഈ അവസ്ഥയെ അനുഭവിച്ച് കിടക്കണം, എന്നാലല്ലേ ഭഗവാന്റെ ആ വരം നടക്കുകയുള്ളൂ. ഭഗവാൻ തന്നെ വന്ന് വധിച്ച് മോക്ഷം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരം അവിടെ നടക്കണമെങ്കിൽ അത് പ്രകൃതി നിശ്ചയമാണ്. അത് നടക്കണമെങ്കിൽ മായ കൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ബുദ്ധി അവിടെ മറയ്ക്കണം. അത് ഇതുകൊണ്ട് ഇത്രയൊക്കെ കാണിച്ചു കൊടുത്തിട്ടും ഹിരണ്യാക്ഷൻ അവിടെ ബുദ്ധി തെളിയണില്ല, മനസ്സിലാവുന്നില്ല ഇതാരാണെന്ന്. ശ്ലോകം 25. തം മുഷ്ടിഭിഹി വിനിഗ്നന്ദം വജ്രസാരേ അധോക്ഷജഃ കരേണ കർണമൂലേ അഹൻ യഥാ
ത്വാഷ്ട്രം മരുത്പതി തം മുഷ്ടിഭിഃ വിനിഘ്നന്തം വജ്രസാരേ അധോക്ഷജഃ കരേണ കർണമൂലേ അഹൻ യഥാ ത്വാഷ്ട്രം മരുത്പതിഃ തം ആ ഹിരണ്യാക്ഷൻ്റെ മുഷ്ടിഭിഹി വിനിഘ്നന്തം അദ്ദേഹത്തിൻ്റെ മുഷ്ടികൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഷ്ടികളാൽ വിനിഘ്നന്തം എന്ന് വെച്ചാൽ പ്രഹരിച്ചു. അപ്പോൾ ഭഗവാനെ ഹിരണ്യാക്ഷൻ തൻ്റെ മുഷ്ടികളാൽ ഇങ്ങനെ ആലിംഗനം ചെയ്തപ്പോൾ പുറത്തു നിൽക്കുന്നു. അപ്പോൾ തൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ഹിരണ്യാക്ഷൻ ഇങ്ങനെ പ്രഹരിക്കുമ്പോൾ വജ്രസാരെ വജ്രസാരെ എന്ന് വെച്ചാൽ ഇടിവെട്ട് പോലെ കഠോരമായ തൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ടാണ് ഹിരണ്യാക്ഷൻ ഭഗവാനെ പ്രഹരിക്കുന്നത്. അപ്പോൾ അധോക്ഷജ എന്ന് വെച്ചാൽ വരാഹമൂർത്തിയാണ് പറയുന്നത്. മുഴുവൻ ഇന്ദ്രിയങ്ങളെയും ജയിച്ചവൻ, അതാണ് അധോക്ഷജ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ജയിച്ചവനായിട്ടുള്ള ആ വരാഹമൂർത്തി കരേണ സ്വന്തം കൈകൊണ്ട് കർണമൂലേ ആ ഹിരണ്യാക്ഷൻ്റെ ചെവിക്കുറ്റിക്ക് നോക്കി അഹൻ ഒന്ന് പ്രഹരിച്ചു. യഥാ ഏതുപോലെ ത്വാഷ്ട്രം മരുത്പതി. ത്വാഷ്ട്രം എന്ന് വെച്ചാൽ വൃത്രാസുരനെ മരുത്പതി എന്ന് പറഞ്ഞാൽ മരുത്തുക്കളുടെ പതിയായിട്ടുള്ള ഇന്ദ്രൻ പ്രഹരിച്ചതുപോലെ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഹിരണ്യാക്ഷൻ പുറത്തും ഭഗവാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും മുഷ്ടി ചുരുട്ടിയിട്ട് ഭഗവാനെ ഇടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഭഗവാൻ സ്വന്തം കൈകൾ കൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ചെവിക്ക് നോക്കി ഒന്ന് അടിച്ചു എന്നാണ് പറയുന്നത്. ആ അടി വൃത്രാസുരനെ ഇന്ദ്രൻ അടിച്ചതുപോലെ ആയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഭഗവാൻ അധികം ശക്തിയൊന്നും എടുക്കാതെ വളരെ നിസ്സാരമായിട്ടാണ് ഒന്ന് അടിച്ചത്. പക്ഷെ ആ അടി കൊണ്ട മാത്രയിൽ ഹിരണ്യാക്ഷന് എന്താ സംഭവിച്ചതെന്നുള്ളതാണ് ശ്ലോകം 26 പറയുന്നത്. സാ ആഹതഃ വിശ്വജിത ഹി അവജ്ഞയ പരിഭ്രമത് ഗാത്ര ഉദസ്തലോചനഃ വിശീർണബാഹും അംഗ്രി ശിരോരുഹ അബദത് യഥാ നാഗേന്ദ്രലുളിതഃ നഭസ്വതഃ. സാ ആഹതോ വിശ്വജിതാ ഹി അവജ്ഞയ പരിഭ്രമത് ഗാത്ര ഉദസ്തലോചനഃ വിശീർണബാഹും അംഗ്രിശിരോരുഹ അപതത് യഥാ നാഗേന്ദ്രോ ലുളിതഃ നഭസ്വതഃ. സഹ ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ ചെവിക്കുറ്റിക്ക് നോക്കി ഒരു അടി കിട്ടിയപ്പോൾ സഹ ആ ഹിരണ്യാക്ഷൻ ആഹതഃ അടിച്ചപ്പോൾ വിശ്വജിത ഭഗവാൻ ഹി അവജ്ഞയോടെ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് വളരെ ലാഘവത്തോട് കൂടിയിട്ട് ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷൻ്റെ ചെവിക്ക് നോക്കി ഒന്ന് അടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പരിഭ്രമത് ഗാത്ര അവൻ്റെ ശരീരം ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് ഉദസ്തലോചന കണ്ണുകളൊക്കെ പുറത്തേക്ക് തുറിച്ചു വന്ന് വിശീർണ ബാഹു ഒടിഞ്ഞുപോയിന്ന് ഇങ്ങനെ ഉടഞ്ഞുപോയിന്ന് ബാഹു കൈകൾ അംഗ്രി പാദങ്ങൾ ഒപ്പം ശിരോരുഹം എന്ന് വെച്ചാൽ തലമുടി ആകെ പറന്ന് ചീന്തിപ്പറഞ്ഞ് അബദത് ഹിരണ്യാക്ഷൻ നിലം പതിച്ചു എന്ന്. യഥാ ഇതുപോലെ ഏതുപോലെ നാഗേന്ദ്ര എന്ന് വെച്ചാൽ ഒരു കൂറ്റൻ വൃക്ഷം ലുളിതഹ എന്ന് വെച്ചാൽ കടപുഴകിയിട്ട് നഭസ്വത എന്ന് വെച്ചാൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ഒരു കൂറ്റൻ വൃക്ഷം കടപുഴകി വീഴുന്ന പോലെ ഹിരണ്യാക്ഷൻ മരിച്ചു വീണു ഒരൊറ്റ അടിയിൽ. വീണ്ടും ഭഗവാനെ ആ കരവലയത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു എന്ന് കണ്ടപ്പോൾ ഭഗവാനെ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ നോക്കിയപ്പോൾ ഭഗവാൻ ആ കൈകൊണ്ട് വളരെ നിസ്സാരമായിട്ട് വളരെ ലാഘവത്തോടുകൂടി ഹിരണ്യാക്ഷൻ്റെ ചെവിക്ക് നോക്കി ഒന്ന് അടിച്ചു. ആ അടി കൊണ്ട മാത്രയിൽ ഹിരണ്യാക്ഷൻ ശരീരമാകെ ചുറ്റി തിരിഞ്ഞിട്ട് കണ്ണുകളൊക്കെ പുറത്തേക്ക് തുറിച്ച് അവൻ്റെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ നുറുങ്ങി ഒടിഞ്ഞു പോകുന്ന രീതിയിൽ തലമുടിയൊക്കെ പറന്ന് ചീന്തിപ്പറഞ്ഞ് ആള് മരിച്ച് നിലം പതിച്ചു. ഒരു വലിയ വൻ വൃക്ഷം ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് കടപുഴകി വീഴുന്നത് പോലെ ആയിരുന്നു ഹിരണ്യാക്ഷൻ താഴെ വീണത്. അങ്ങനെയാണ് ഹിരണ്യാക്ഷൻ്റെ മരണം സംഭവിച്ചത്. ഇനി ശ്ലോകം 27 അങ്ങനെ ഹിരണ്യാക്ഷൻ മരിച്ചു വീണപ്പോൾ എല്ലാവരും ഹിരണ്യാക്ഷനെ ബഹുമാനിക്കുകയാണ് ചെയ്തത് എന്ന്. കാരണം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും മോക്ഷം കൊടുക്കാനാണ് ആ പ്രകൃതി വരാഹരൂപത്തിൻ്റെ ശരീരം എടുത്ത് വന്നത് എന്ന് പറയുമ്പോൾ അവരെത്ര ഭാഗ്യം ചെയ്തവരായിരിക്കണം എന്നോർക്കുക. ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടാനും വേണം ഒരു ഭാഗ്യം എന്ന് പറയില്ലേ, അതും ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ ശ്ലോകം 27 പറയുന്നത്.
ക്ഷിതൗ ശയാനം തം അഗുണ്ടവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദച്ഛതം അജാദയോ വീക്ഷ്യ ശശംസ ആഗത അഹോ ഇമാം കഹ നോ ലഭേദ സംസ്ഥിതം. ക്ഷിതൗ ശയാനം തം അഗുണ്ടവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദച്ഛതം ആദയ വീക്ഷ്യ ശശംസു ആഗത അഹോ ഇമാം കഹ നോ ലഭേദ സംസ്ഥിതം. ക്ഷിതൗ താഴെ തറയിലെ ശയാനം മരിച്ചു വീണ് കിടക്കുന്ന തം ആ ഹിരണ്യാക്ഷനെ അകുണ്ടവർച്ചസം മങ്ങാത്ത തേജസ്സോടുകൂടി മരിച്ചു കിടക്കുമ്പോഴും ഹിരണ്യാക്ഷന്റെ തേജസ് പോയിട്ടില്ല. ആ പ്രഭാവം മങ്ങാത്ത പ്രഭാവത്തോടുകൂടി താഴെ തറയിലെ നിലത്ത് മരിച്ചു വീണ് കിടക്കുന്ന ആ ഹിരണ്യാക്ഷൻ അപ്പോഴും എന്താണ്? കരാളദംഷ്ട്രം ഭയാനകമായ ദംഷ്ട്രങ്ങളോടുകൂടി പരിദഷ്ടദച്ഛതം ചുണ്ടുകളൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടാണ് ആ കിടക്കുന്നത്. ഭയാനകമായ ദംഷ്ട്രങ്ങൾ പുറത്തേക്ക് വന്ന് ചുണ്ട് കടിച്ചു പിടിച്ച് കിടക്കുന്ന ആ ഹിരണ്യാക്ഷനെ വീക്ഷ്യ കണ്ടിട്ട് ആഗതഹ അവിടെ വന്നു നിൽക്കുന്ന ആദയ ബ്രഹ്മാവ് മുതലായ ദേവന്മാർ ശശംസു ഹിരണ്യാക്ഷനെ അഭിനന്ദിച്ചിട്ട് പറഞ്ഞു എന്ന്. അഹോ അത്ഭുതം തന്നെ, ഇമാം ഇപ്രകാരമുള്ള സംസ്ഥിതം ഒരു മരണം കഹാനോ ലഭതി വേറെ ആർക്കാ ലഭിക്കാമെന്ന്. അപ്പൊ നോക്കൂ, നമ്മളൊക്കെ കലിയുഗത്തിലിരുന്നിട്ട് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കംസൻ ഇവരെയൊക്കെ ഇങ്ങനെ അസുരന്മാർ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ അവര് പറഞ്ഞത് കണ്ടോ, അഹോ അത്ഭുതം തന്നെയാണ്, ഇപ്രകാരം ഒരു മരണം വേറെ ആർക്ക് ലഭിക്കും. അപ്പൊ ഹിരണ്യാക്ഷൻ എത്ര വലിയ ഭാഗ്യവാൻ, അതാണ് ചിന്തിക്കുന്നത്. ബാക്കി എല്ലാവരും നമ്മളൊക്കെ സ്വയം കുറേ തീ തിന്ന് ജീവിച്ച് അവസാനം രോഗം ബാധിച്ച് മരിച്ചു പോകുമ്പോൾ ഹിരണ്യാക്ഷൻ നിൽക്കുന്ന അവസ്ഥ എവിടെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് കാരണം മരിക്കണ സമയത്ത് നമ്മൾ പറയില്ലേ, ഭഗവത്ഗീത പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് ശത്രുപക്ഷത്ത് നിന്നവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. കാരണം അവര് മരിച്ചു വീഴുമ്പോൾ കാണുന്നത് ആരെയാ? മരിക്കണ സമയത്ത് കണ്ണുകൾ അടയുന്ന സമയത്ത് അവര് കൃഷ്ണനെ കണ്ടുകൊണ്ടാണ് അവർ മരിക്കുന്നത്. അവരൊക്കെ മോക്ഷയോഗ്യന്മാരായിരുന്നു എന്ന്. അതേപോലെയാണ് ഹിരണ്യാക്ഷനെ. ഭഗവാന്റെ കൈകൊണ്ടുള്ള പ്രഹരമേറ്റ് നിലത്ത് വീണ് മരിച്ചു വീണ് കിടക്കുന്ന ഹിരണ്യാക്ഷൻ മങ്ങാത്ത പ്രഭാവവും ഭയാനകമായ ദംഷ്ട്രകളും ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കിടക്കുന്ന ആ ഹിരണ്യാക്ഷനെ കണ്ടിട്ട് ആ യുദ്ധം കാണാൻ അവിടെ ആകാശചാരികളായി വന്ന് നിൽക്കുന്ന ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാരൊക്കെ പറഞ്ഞു, ഇത് അത്ഭുതം തന്നെയാണ്, ഇപ്രകാരം ഒരു മരണം അത് വേറെ ആർക്കാ ഇനി കിട്ടുക എന്ന്. അതാണ് അവർ പറയുന്നത്. ശ്ലോകം 28. യം യോഗിനോ യോഗസമാധിന രഹോ ധ്യായന്തി ലിംഗാത് അസദഹ മുമുക്ഷയ തസ്യ യേഷ ദൈത്യ ഋഷഭഃ പദാഹദഃ മുഖം പ്രപശ്യൻ തനും ഉത്സസർജഃ യം യോഗിനോ യോഗസമാധിന രഹഃ ധ്യായന്തി ലിംഗാദസദഃ മുമുക്ഷയ തസ്യ യേഷ ദൈത്യ ഋഷഭഃ പദാഹദഃ മുഖം പ്രപശ്യൻ തനും ഉത്സസർജഃ. യോഗികള് യോഗസമാധിന അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ രഹ എന്ന് വെച്ചാൽ ഏകാന്തമായിട്ട് യോഗികൾ അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ ഏകാന്തമായി പരിശീലിച്ച് അവസാനം സമാധി അവസ്ഥയിൽ എത്തിയിട്ട് ലിംഗാത് അസദഹ അസത്തായിട്ടുള്ള ഈ ഭൗതിക ശരീരത്തിൽ നിന്നും മുമുക്ഷയ മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്ന യോഗികൾ യം ധ്യായന്തി ആരെയാണ് മനസ്സിലെപ്പോഴും ധ്യാനിക്കുന്നത് എന്ന്. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെ ഏകാന്തമായി ധ്യാനം പരിശീലിച്ച് ഈ ശരീരം അസത്താകുന്ന ഈ ഭൗതിക ശരീരത്തിൽ നിന്നുമുള്ള അതായത് അല്ലാതെ ഭൗതിക ശരീരത്തിലുള്ള മോചനം എന്ന് വെച്ചാൽ മരണമല്ല, ഞാൻ എന്ന വ്യക്തിബോധത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മുക്തി വരണം എന്ന് ആഗ്രഹിക്കുന്ന അതിനായിട്ട് ധ്യാനത്തിലിരിക്കുന്ന യോഗിമാർ നിത്യവും മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുന്നത് യം ആരെയാണോ
തസ്യ യേഷ ആ വരാഹമൂർത്തി ദൈത്യ ഋഷഭ, അതായത് ദൈത്യന്മാരുടെ രാജാവ് ആ ദേവനായിട്ടുള്ള ഹിരണ്യാക്ഷനെ പദാഹതഃ, സ്വന്തം പാദം കൊണ്ടുള്ള ഒരു അടിയേറ്റിട്ട്, ഭഗവാന്റെ പാദം കൊണ്ടുള്ള ഒരു അടിയേറ്റിട്ട് ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ മുഖം പ്രപശ്യൻ, മരിക്കണ സമയത്ത് കാണുന്നത് ഭഗവാന്റെ മുഖാണെന്ന്. അതാണ് മുഖം പ്രപശ്യൻ, ഭഗവാന്റെ മുഖം ഇമവെട്ടാതെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നിട്ട് തനും സ്വന്തം ശരീരത്തെ ഉത്സസർജഹ അങ്ങ് ഉപേക്ഷിച്ചു എന്നു. അപ്പൊ എത്രയോ ഭാഗ്യവാൻ അല്ലേ. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഹിരണ്യാക്ഷനെ ഭഗവാൻ ചെവിക്ക് നോക്കി അടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ചെവിക്ക് നോക്കി അടിക്കാന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ടാണ് ഉദ്ദേശിക്കുക അല്ലെ. ഇപ്പൊ ഇവിടെ വരാഹമൂർത്തി എന്ന് പറയുന്നത് മനുഷ്യനായിട്ടല്ലല്ലോ നിൽക്കുന്നത്. അപ്പോ ഫ്രണ്ടിലെ മുന്നിലെ നിൽക്കുന്ന രണ്ട്, നമ്മൾ 4 കാല് എന്നല്ലേ പന്നി എന്ന് പറയുമ്പോൾ 4 കാല് എന്നല്ലേ പറയാം. അതിൽ ആദ്യത്തെ 2 കാല് എന്ന് പറഞ്ഞ കൈയായിട്ടല്ലേ ഉപയോഗിക്കുക. അപ്പൊ അതാണ് ഇവിടെ പാദം കൊണ്ടുള്ള അടി. നേരത്തെ അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് സങ്കല്പിക്കുന്നു. പക്ഷെ ഈ വരിയിൽ പറയുമ്പോൾ പാദം കൊണ്ടുള്ള അടിയേറ്റ് എന്ന് പറയുമ്പോൾ അതായത് വരാഹമായതുകൊണ്ട് 4 കാലുകളാണ്. അതാണ് പാദം കൊണ്ട് അടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ യോഗികള് അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ ഈ ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന യോഗികൾ സദാ മനസ്സിൽ കണ്ട് ആരാധിക്കുന്നത് ഏതൊരു ഭഗവാനെയാണോ ആ വരാഹമൂർത്തിയുടെ പാദം കൊണ്ടുള്ള അടിയേറ്റു മരിച്ചു വീണ ദൈത്യരാജാവായ ഹിരണ്യാക്ഷൻ അവസാന സമയം ഇമ വെട്ടാതെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് നിന്നത് ഭഗവാന്റെ മുഖമായിരുന്നു എന്ന്. അത് ആ മുഖം കണ്ടുകൊണ്ടാണ് സ്വന്തം ശരീരത്തെ ഉത്സസർജ ഹിരണ്യാക്ഷൻ ഉപേക്ഷിച്ചത്. അപ്പൊ എത്രയോ ഭാഗ്യവാനാണല്ലേ. ശ്ലോകം 29 ഏതൗ തൗ പാർഷദൗ അസ്യ ശാപാത് യാദൗ അസദ്ഗതീം പുനഃ കതിഭയൈ സ്ഥാനം പ്രേബത്സ്യതേ ഹ ജന്മഭിഹി. ഏതൗ തൗ പാർഷദൗ അസ്യ ശാപാത് യാദൗ അസദ്ഗതി പുനഃ കതിഭയൈ സ്ഥാനം പ്രബത്സ്യതേ ഹ ജന്മഭിഹി. ഏതൗ തൗ എന്ന് പറയുന്നത് ഇവിടെ 2 പേരെയാണ്, അതായത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അതാണ് ഏതൗ തൗ എന്ന് പറയുന്നത്. അപ്പൊ 2 പേര്, അവർ 2 പേരും പാർഷദൗ അസ്യ ഭഗവാന്റെ പാർഷദന്മാരാണ്. അവർ ശാപാത്ത് സനകാദി മഹർഷികളുടെ ശാപത്താൽ യാദവ് എന്ന് വെച്ചാൽ പ്രാപിച്ചു, അസദ്ഗതിയും അസുരജന്മത്തെ പ്രാപിച്ചു. അപ്പോൾ ആ ദേവന്മാരെല്ലാവരും അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവർ 2 പേരും, അപ്പം ഇവിടെ ഹിരണ്യാക്ഷ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ഇനി ഒരാളും കൂടി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ദിതിയുടെ പുത്രന്മാരായ ഇവർ 2 പേരും ഭഗവാന്റെ പാർഷദന്മാരായിരുന്നു. സനകാദികളുടെ ശാപം നിമിത്തമാണ് അവർ ഈ അസുര ജന്മത്തെ പ്രാപിച്ചത്. പുനഃ ഇനി വീണ്ടും കതിഭയൈഹി എന്ന് വെച്ചാൽ വളരെ കുറച്ച് ജന്മഭിഹി ജന്മങ്ങൾ കൂടി എടുത്തിട്ട് സ്വസ്ഥാനം അവരുടെ സ്ഥാനമായ വൈകുണ്ഠ ലോകത്തെ അവർ പ്രബത്സ്യത പ്രാപിക്കും. മനസ്സിലായ? അപ്പൊ ഇവിടെ മെയിനായിട്ടുള്ള അവരുടെ കർമ്മ പ്രാരാബ്ദം തീർക്കാനുള്ള നിയോഗിക്കപ്പെട്ട ജന്മം എന്ന് പറയുന്നത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമാണ്. ഇനി ഈ ജന്മത്തോട് കൂടിയിട്ട് ഇവരുടെ വലിയ ദുരിതം അവസാനിച്ചു. അപ്പൊ അവരുടെ ഉള്ളിൽ അഹങ്കാരം ശമിച്ചു. അവരുടെ കഴിവ് കൊണ്ടെല്ലാം ഇതൊക്കെ അവർക്ക് നേടാൻ സാധിച്ചത് ശക്തി ആ ഓർമ്മ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കണം ഇനി. അപ്പൊ ഞങ്ങളുടെ ശക്തിക്ക് അപ്പുറത്തൊരു ശക്തി ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വധിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മരിച്ചു വീണത്. ഇനി ആ ശക്തി ആരാണെന്ന് അവർക്ക് അറിയണ്ടേ, ആ ശക്തി അത് ആരാണെന്ന് അവർക്ക് അറിയണ്ടേ. അതിനായിട്ട് വളരെ കുറച്ച് ജന്മങ്ങൾ കൂടി അവർക്ക് കൊടുക്കണം. അത് ഇത്ര ദുരിതമൊന്നുമില്ല. അവര് ക്രൂരന്മാരായ അസുരന്മാരുമായിട്ടല്ല, സാധാരണ രീതിയിൽ ജീവിച്ച് ഭക്തിയോടുകൂടി ആ ശക്തിയെ അറിഞ്ഞ് ശക്തിയിലൂടെ പരമാത്മാവിനെ അനുഭവിച്ചറിയാനുള്ള അവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള വളരെ കുറച്ച് ജന്മങ്ങൾ കൂടി എടുത്തിട്ട് അവരിനി എത്രയും വേഗം അവരുടെ സ്ഥാനമായിട്ടുള്ള സ്വസ്ഥാനമായ വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കും. അതാണ് അവരെല്ലാവരും ആ ദേവന്മാരെ അവിടെ നിന്ന് പറഞ്ഞത്. ഇനി ദേവ ഊജു. അതിനുശേഷം ശ്ലോകം 30 ദേവന്മാർ പറയാണ് ദേവ ഊജു. നമോ നമസ്തേ അഖില യജ്ഞതന്തവേ സ്ഥിതൗ ഗൃഹീത അമല സത്വമൂർത്തയേ ദിഷ്ട്യാ ഹതഃ അയം ജഗദാം അരുദുന്ദഃ
ത്വത്പാദഭക്ത്യ വയം ഈശ നിർവൃത. അതായത് ഇവിടെ ദേവന്മാരെ ഭഗവാനെ, അവരെ ഈ ലോകത്തിന് സ്വാസ്ഥ്യവും സമാധാനവും നൽകിയ ഭഗവാനെ ദേവന്മാർ ഇവിടെ പൂജിക്കുക, അതായത് മനസ്സിൽ വെച്ച് ഇങ്ങനെ സ്തുതിക്കുകയാണ്. ഭഗവാൻ കർമ്മം പൂർത്തിയാക്കി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വരാഹമൂർത്തി ഹിരണ്യാക്ഷവധം എന്ന കർമ്മം പൂർത്തിയാക്കി അപ്രത്യക്ഷനാവാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുകയാണ്. ആദ്യം പറഞ്ഞു ഹിരണ്യാക്ഷനെ ബഹുമാനിച്ചു. ഹിരണ്യാക്ഷന് കിട്ടിയ പോലെ ഒരു മരണം വേറെ ആർക്കാ കിട്ടുക? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ശനസനകാദികളുടെ ശാപനിമിത്തം വന്ന് ജനിച്ചതാണ്. അതിലൊരാൾ പൂർത്തിയായി, കർമ്മപ്രാരാബ്ദം പൂർത്തിയായി. ഇനി വളരെ കുറച്ച് ജന്മങ്ങൾ കൂടി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഇനി വൈകുണ്ഠ ലോകത്തിലേക്ക് തിരിച്ചെത്തും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഭഗവാനെ സ്തുതിക്കുന്നതാണ് കാണുന്നത്. അഖില യജ്ഞതന്തവേ, അതായത് എല്ലാവിധ യജ്ഞങ്ങളുടെയും ഭോക്താവായിട്ടുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. അഖിലം എന്ന് വെച്ചാൽ മുഴുവൻ യജ്ഞങ്ങളുടെയും ഭോക്താവ്. യജ്ഞം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം അറിയാലോ, നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളെ സ്വീകരിക്കുന്ന ഭഗവാൻ. അതാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവായിട്ടുള്ള ഭഗവാനെ നമഃ നമഃ, അവിടുത്തെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. സ്ഥിതൗ, സ്ഥിതി എന്ന കർമ്മം, അതായത് എന്താ, പരിപാലന കർമ്മത്തെ നടത്താനായി ഗൃഹീത അങ്ങ് സ്വീകരിച്ചു. അമല സത്വമൂർത്തയെ, അമലം പരിശുദ്ധമായ സത്വഗുണത്തോടു കൂടിയ സ്വരൂപത്തെ അങ്ങ് സ്വീകരിച്ചു ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലന കർമ്മം നിർവഹിക്കാനായിട്ട്. ദിഷ്ട്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ്. ഹതഹ അയം, ഹതഹ അയം എന്ന് വെച്ചാൽ അവനെ, അയം എന്ന് വെച്ചാൽ അവനെ ഭഗവാൻ വധിച്ചത് ഭാഗ്യം തന്നെ. ജഗതാം അരുന്തുതഹ, അരുന്തുതഹ എന്ന് വെച്ചാൽ ജഗത്തിനു മുഴുവനും ദോഷം നാശം വിതച്ച ആ ഹിരണ്യാക്ഷനാകുന്ന അസുരനെ, അയം അവനെ ഭഗവാൻ വധിച്ചത് ദിഷ്ട്യ ഭാഗ്യം തന്നെ. എന്നിട്ട് പറയാണ് ത്വത്പാദഭക്ത്യ, ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ ശരണാഗതി പ്രാപിച്ച ഭക്തന്മാരായ ഞങ്ങൾക്ക് ഈശ അല്ലയോ ഭഗവാനെ നിർവൃത, പൂർണ്ണ സംതൃപ്തി വന്നിരിക്കുന്നു, ആനന്ദം വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുകയാണ് അവര്. സകല കർമ്മങ്ങളുടെയും ഭോക്താവായ അല്ലയോ ഭഗവാനെ അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലന കർമ്മം നിർവഹിക്കാനായി സത്വഗുണത്തിൻ്റെ സ്വരൂപത്തെ സ്വീകരിച്ച അങ്ങ് ആ ലോകത്തിന് മുഴുവൻ നാശം വിതച്ചുകൊണ്ടിരുന്ന ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിച്ചു, ഭാഗ്യം തന്നെ. അങ്ങനെ അങ്ങയുടെ പാദചരണങ്ങളിൽ അഭയം പ്രാപിച്ച ഭക്തന്മാരായ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതാ നിലയ്ക്കാത്ത ആനന്ദവും സംതൃപ്തിയും വന്നിരിക്കുന്നു ഭഗവാനെ. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി ശ്ലോകം 31. ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തത് ആരായിരുന്നു? മൈത്രേയ മഹർഷിയാണ് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തത് വിതുരർക്ക്. ഭഗവത് ചരിതമറിയാനുള്ള ആഗ്രഹത്തോടു കൂടി മൈത്രേയ മഹർഷിയെ സമീപിച്ച വിതുരർക്ക് മഹർഷിയാണ് ഭഗവാന്റെ കഥകളെ, ചരിതത്തെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം മൈത്രേയ മഹർഷി ഇനി ഇവിടെ പറയുകയാണ്. ശ്ലോകം 31 മൈത്രേയ ഉവാച ഏവം ഹിരണ്യാക്ഷ അസഹ്യ വിക്രമം സാധയിത്വാ ഹരിം ആദിസൂകരഃ ജഗാമലോകം സ്വം അഖണ്ഡിത ഉത്സവം സമീഡിതഃ പുഷ്കര വിഷ്ടര ആദിഭിഃ. ഏവം ഹിരണ്യാക്ഷം അസഹ്യ വിക്രമം സാധയിത്വാ ഹരിം ആദിസൂകരഃ ജഗാമലോകം സ്വം അഖണ്ഡിത ഉത്സവം സമീഡിതഃ പുഷ്കര വിഷ്ടര ആദിഭിഃ. ഏവം മൈത്രേയ മഹർഷി പറയാണ്, വിതുരരെ ഏവം ഇപ്രകാരം ഹിരണ്യാക്ഷൻ അസഹ്യ വിക്രമം അത്യധികം പരാക്രമശാലിയായ ഹിരണ്യാക്ഷനെ സാധയിത്വ എന്ന് വെച്ചാൽ അങ്ങ് വധിച്ചു എന്ന്. ഹരി ആദിസൂകരം ഏറ്റവും ആദ്യത്തെ വരാഹ രൂപത്തെ സ്വീകരിച്ച ഭഗവാൻ ശ്രീഹരി അമിത പരാക്രമശാലിയായ ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് സ്വം അഖണ്ഡിത ഉത്സവം, സ്വം എന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം അഖണ്ഡിത ഉത്സവം. അഖണ്ഡിതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരിക്കലും മുറിയാത്തത്, അതായത് വിട്ടുപോവാത്തതായിട്ടുള്ള അത്യധികമായ ആനന്ദത്തിൻ്റെ ഉത്സവം ഉള്ള ലോകം, സ്വന്തം ലോകം എന്ന് വെച്ചാൽ വൈകുണ്ഠം.
അതായത് കുണ്ഡമില്ലാത്ത ഇടം, ആ ലോകത്തെ ജഗാമ, ഭഗവാൻ ആ ലോകത്തെ പ്രാപിച്ചു, അവിടേക്ക് തിരിച്ചുപോയി. അങ്ങനെ സമീഡിതഹ എന്ന് വെച്ചാൽ സ്തുതിക്കപ്പെട്ടിട്ട്, പുഷ്കര വിഷ്ടര ആദിവി, അതായത് താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിനാലും മറ്റു ദേവന്മാരാലും സ്തുതിക്കപ്പെട്ടിട്ട് അങ്ങനെ ഭഗവാൻ ഒരിക്കലും മുറിയാത്ത ആനന്ദ ഉത്സവം നിറഞ്ഞ സ്വന്തം ലോകമായ വൈകുണ്ഠ ലോകത്തിലേക്ക് ആ കർമ്മം പൂർത്തിയാക്കി വരാഹമൂർത്തി തിരിച്ചു പോയി. ഇവരുടെ സ്തുതി എല്ലാം കേട്ടുകൊണ്ടാണ് ഭഗവാൻ തിരിച്ചു പോയത്. അപ്പോൾ മൈത്രേയ മഹർഷി എന്നിട്ട് വിദുരരോട് പറയാണ്, ശ്ലോകം 32, മയാ യഥാ അനുക്തം അവാദിതേ ഹരേഹേ കൃത അവതാരസ്യ സുമിത്ര ചേഷ്ടിതം യഥാ ഹിരണ്യാക്ഷ ഉദാര വിക്രമോ മഹാമൃതേ ക്രീഡനവത് നിരാകൃതഃ. സുമിത്ര, അല്ലയോ വിദുരരെ, മയാ, ഞാൻ, യഥാ അനുക്തം, ഞാൻ എപ്രകാരമാണോ എൻ്റെ ഗുരുവിൽ നിന്നും ഇത് കേട്ട് മനസ്സിലാക്കിയത് അതേപോലെ തന്നെ ആവാദി പറഞ്ഞു തന്നു, തേ, നിനക്കായി, ഹരേ കൃത അവതാരസ്യ, ഹരേ ഭഗവാൻ ശ്രീഹരി, കൃതാവതാരസ്യ എന്ന് വെച്ചാൽ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് എടുത്ത, ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് എടുത്ത വരാഹരൂപത്തിൻ്റെ അവതാര കഥകളെ, ചേഷ്ടിതം, ആ അവതാരത്തിൻ്റെ ലീലകളെ, ചേഷ്ടിതം എന്ന് വെച്ചാൽ കർമ്മങ്ങളെ, ലീലകളെ ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന് എങ്ങനെയാണോ കേട്ടു മനസ്സിലാക്കിയത് അതേപോലെ തന്നെ ഞാൻ നിനക്കായി ഇതാ പറഞ്ഞു തന്നിരിക്കുന്നു. യഥാ, എപ്രകാരമാണ് ഹിരണ്യാക്ഷ ഉദാര വിക്രമ, മഹാപരാക്രമിയായ ഹിരണ്യാക്ഷനെ മഹാമൃതേ, മഹായുദ്ധത്തിൽ വെച്ച് ക്രീഡനവത്ത് നിരാകൃത, ക്രീഡനവത്ത് എന്ന് വെച്ചാൽ ഒരു കളി പോലെ ഭഗവാൻ വധിച്ചത് എപ്രകാരമാണെന്ന് ഞാൻ നിനക്ക് വിശദമായി പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പം മൈത്രേയ മഹർഷി പറയാണ്, അല്ലയോ വിദുരരെ, ഞാൻ എൻ്റെ ഗുരുവിൽ നിന്നും കേട്ടറിഞ്ഞ ആ ഭഗവാൻ ശ്രീഹരി വരാഹമൂർത്തിയായി അവതരിച്ച് ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് വളരെ വിശദമായി, എപ്രകാരമാണ് മഹാപരാക്രമിയായ അസുരനായ ഹിരണ്യാക്ഷനെ മഹായുദ്ധത്തിൽ വെച്ച് ഒരു കുട്ടിക്കളി പോലെ ഭഗവാൻ യുദ്ധം ചെയ്ത് കളിപ്പിച്ചുകൊണ്ട് വധിച്ചത് എപ്രകാരമാണെന്ന് ഞാൻ നിനക്ക് വിശദമായി പറഞ്ഞു തന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് മൈത്രേയ മഹർഷി വിദുരരോട് പറഞ്ഞു എന്ന് ശ്ലോകം 33 സൂത ഉവാച. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. 1.5 വർഷം മുന്നേ നമ്മൾ ആരംഭിച്ച ഭാഗവതം എവിടെ തുടങ്ങിയത്? നൈമിഷാരണ്യത്തിലിരുന്ന് സൂതമുനി ശൗനകാദി മഹർഷികൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. ഭാഗവതം കലിയുഗത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്നും മോചിതരാവാൻ മനുഷ്യന് എന്താണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഭാഗവതം ആണ് സൂതമുനി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ സൂത ഉവാച, സൂതമുനി എന്നിട്ട് ശൗനകാദി മഹർഷികൾക്ക് പറയാണ്, മൈത്രേയ മഹർഷി വിദുരരോട് ഇപ്രകാരം പറഞ്ഞു, ഇതി കൗഷാരവ ആഖ്യാതം ആശ്രുത്യ ഭഗവത് കഥാം ക്ഷത്താനന്ദം പരം ലേഭേ മഹാഭാഗവതോ ദ്വിജഃ. അല്ലയോ ദ്വിജ എന്ന് വെച്ചാൽ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, സൂത മഹർഷി ശൗനകാദി മഹർഷിമാരെ വിളിക്കുകയാണ് കേട്ടോ. ആ നൈമിഷാരണ്യത്തിലെ യാഗഭൂമിയിൽ ഇങ്ങനെ ഇരുന്നിട്ട്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ഇതി ഇപ്രകാരം കൗഷാരവ മൈത്രേയ മഹർഷി ആഖ്യാതം പറഞ്ഞത് ആശ്രുത്യ കേട്ടിട്ട് ഭഗവത് കഥ ഭഗവാന്റെ അവതാര കഥകളെ കേട്ടിട്ട് ക്ഷത്ത വിദുരർ ആനന്ദപരം ലേബേ പരമമായ ആനന്ദാവസ്ഥയെ പ്രാപിച്ചു. മഹാഭാഗവത മഹാഭക്തനായിട്ടുള്ള വിദുരർ. അപ്പോൾ സൂതമുനി അങ്ങനെ ശൗനകാദികളോട് പറയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ഇപ്രകാരം മൈത്രേയ മഹർഷിയിൽ നിന്നും ഭഗവാന്റെ വരാഹരൂപത്തിലുള്ള അവതാര കഥകളെയും ചേഷ്ടകളെയും കുറിച്ച് വിശദമായി കേട്ടുകഴിഞ്ഞപ്പോൾ മഹാഭക്തനായിട്ടുള്ള വിദുരർ അങ്ങനെ പരമമായ ഒരു ആനന്ദ അവസ്ഥയെ പ്രാപിച്ചു. ശ്ലോകം 34, അന്വേഷാം പുണ്യശ്ലോകാനാം ഉദ്ദാമ യശസാം സദാം ഉപശ്രുത്യ ഭവേത് മോദഃ ശ്രീവത്സാംഗസ്യ കിം പുനഃ. എന്ന് വെച്ചാൽ അന്വേഷാം മറ്റുള്ളവരെ, ആരാണ്? സദാം ഭക്തന്മാരെ, അതായത് ഭഗവാനല്ല ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള മറ്റുള്ള ആളുകൾ, പുണ്യശ്ലോകാനം നല്ല പുണ്യകീർത്തിയുള്ള, ഉദ്ദാമ യശസ ലോകം മുഴുവൻ നല്ല പ്രശസ്തരായിട്ടുള്ള ഭഗവാന്റെ സദ്ഭക്തന്മാരായിട്ടുള്ള
നല്ല പുണ്യകീർത്തിയുള്ള പ്രശസ്തരായിട്ടുള്ള ഭക്തന്മാരുടെ കഥ ഉപശ്രുത്യ കേട്ടാൽ പോലും ഭവേത് മോദ കേൾക്കുന്നവരുടെ മനസ്സിൽ അത്യധികമായ മോദ ആനന്ദം ഉണ്ടാകുന്നു. ഭവേത് എന്ന് വെച്ചാൽ അനുഭവിക്കുന്നു. അപ്പോൾ പിന്നെ ശ്രീവത്സാംഗസ്യ ശ്രീവത്സം എന്ന മാറിലൊരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഭഗവാന്റെ കഥ കേട്ടാൽ കിം പുനഃ അത് പിന്നെ പറയണോന്ന്. അപ്പോൾ വിദുരർ അത്യധികമായ ആനന്ദ അവസ്ഥയെ പ്രാപിച്ചു എന്ന് സൂതമുനി പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ് ആ മഹർഷിമാരോട്, ശൗനകാദി മഹർഷികളോട് പറയാണ്, ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായിട്ടുള്ള പുണ്യകീർത്തിയുള്ള പ്രശസ്തരായിട്ടുള്ള ഭക്തന്മാരുടെ കഥ കേട്ടാൽ തന്നെ കേൾക്കുന്നവന്റെ മനസ്സിന് അത്യധികമായ ആനന്ദാവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ പിന്നെ ശ്രീവത്സം എന്ന മാറിലൊരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഭഗവാന്റെ ചരിതം കേട്ടാൽ അത് പിന്നെ പറയണോ? കേൾക്കുന്നവൻ ആ അത്യധികമായ ആനന്ദാവസ്ഥയെ പ്രാപിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്ലോകം 35. യഹ ഗജേന്ദ്രം ജഷഗ്രസ്തം ധ്യായന്തം ചരണാംബുജം ക്രോശന്തീനാം കരേണൂനാം കൃശ്ചതഃ അമോജയത് ദ്രുതം. യഹ ഗജേന്ദ്രം ചഷഗ്രസ്തം ധ്യായന്തം ചരണാംബുജം ക്രോശന്തീനാം കരേണൂനാം കൃശ്ചതഃ അമോജയത് ദ്രുതം. അതായത് യഹ ആ ഭഗവാനെ, എന്നിട്ടൊരു ഉദാഹരണം പറയാനായിട്ട് ഗജേന്ദ്രമോക്ഷം കഥയാണ് ചുരുക്കി ഇവിടെ പറയുന്നത്. ഗജേന്ദ്രം ചഷഗ്രസ്തം മുതലയാൽ കടിക്കപ്പെട്ട് വേദനിച്ചു കരയുന്ന ഗജേന്ദ്രൻ ധ്യായന്തം ചരണാംബുജം ഏതൊരു ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണോ ധ്യാനിച്ചത്, ഉറക്കെ നിലവിളിച്ച് ഭഗവാനെ വിളിച്ച് ധ്യാനിച്ചത്, അതോടൊപ്പം കരേണൂനാം ആ ഗജേന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന പിടിയാനകളും ക്രോശന്തീനാം കരഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിച്ചപ്പോൾ ദ്രുതം വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ അവിടെ എത്തിയിട്ട് കൃശ്ചതഃ അവൻ അനുഭവിക്കുന്ന ആ അപകടത്തിൽ നിന്നും അമോജയത് അവനെ മോചിപ്പിച്ചത് കണ്ടില്ലേ എന്ന്. അതാണ് ഭഗവാൻ എന്ന് പറയാണ് സൂതമുനി ശൗനകാദികളോട് പറയാണ്. അതായത് ഗജേന്ദ്രൻ എന്ന ആന ആ മുതലയാൽ കടിക്കപ്പെട്ടിട്ട് വേദനിച്ച്, ആന മാത്രമല്ല ഗജേന്ദ്രൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പിടിയാനകളും ഭഗവാനെ വിളിച്ച് ഏതൊരു ഭഗവാന്റെ പാദാംബുജങ്ങളെയാണോ മനസ്സിൽ കണ്ട് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചത്, ഉടനെ തന്നെ അവിടെ എത്തി ഭഗവാൻ അവനെ ആ അപകടത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ അവനെ മോചിപ്പിച്ചു എന്ന്. അപ്പോൾ കലിയുഗത്തിലെ മനുഷ്യരനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുക. സുഖദുഃഖങ്ങളിലൊക്കെയും, സുഖത്തിലിരിക്കുമ്പോഴും ദുഃഖത്തിലിരിക്കുമ്പോഴും, നഷ്ടത്തിലിരിക്കുമ്പോഴും ലാഭത്തിലിരിക്കുമ്പോഴും, ജയത്തിലിരിക്കുമ്പോഴും തോൽവിയിലിരിക്കുമ്പോഴും, അതുപോലെ തണുപ്പിലും ചൂടിലും ഏത് സാഹചര്യമാണെങ്കിലും, ആരോഗ്യമുള്ളപ്പോഴും അനാരോഗ്യത്തിലും ഏത് സാഹചര്യത്തിലും ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഒന്ന് കണ്ണടച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുക. നമ്മൾക്ക് ഈ ശരീര മനോബുദ്ധി ആകുന്ന ഞാൻ ഇങ്ങനെ കർമ്മം ചെയ്തിരിക്കുന്നത് ആ ഭഗവാനാകുന്ന ശക്തി മാ, അതാണ് ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ഈ സർവകർമ്മങ്ങളും ശരീരവും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്ന ശക്തി ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഞാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ തൃപ്പാദങ്ങളിൽ പോയി ശരണം പ്രാപിക്കാനുള്ള ഒരു ഭക്തി ഉണ്ടല്ലോ, ആ ഒരൊറ്റ ഭക്തി മാത്രം മതി കലിയുഗത്തിലെ മനുഷ്യനെ സകല ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ. വേറെ ഒന്നും വേണ്ട. അവൻ ഒരു തപസ്സും ഒരു യജ്ഞവും യാഗവും ഒരു കഠിനവ്രതവും അവൻ അനുഷ്ഠിക്കേണ്ട. നിർമ്മലമായ എനിക്ക് കഴിയും എന്ന അഹങ്കാരം വിട്ടിട്ട് പരിശുദ്ധമായിട്ട് ഈ ഞാൻ ആരാണ്, അതായത് ഈ എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്ന ഈ ഞാൻ ആരാണ്? ശരീരവും മനസ്സും ബുദ്ധിയല്ലേ. ശരീരമാകുന്ന ആ ഭൗതിക വസ്തുവിന് ചലിക്കണമെങ്കിൽ ക്രിയാശക്തി വേണം. മനസ്സ് ചലിക്കണമെങ്കിൽ ഏതാണ്? ഇച്ഛാശക്തി വേണം. ബുദ്ധി ജ്ഞാനശക്തി വേണം. ഈ മൂന്ന് ശക്തിയുമായിരിക്കുന്ന ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തിയായിരിക്കുന്ന ആ ഭഗവാനെ മറന്നുകൊണ്ട് ഞാനാണെന്ന് അഹങ്കരിച്ചിരിക്കുന്ന കർമ്മമാണ് നമ്മൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് തെറ്റായ വഴി. അത് സത്യസന്ധമായ കർമ്മമാണെങ്കിൽ പോലും നമുക്ക് സംതൃപ്തിയോ സമാധാനമോ അതിൽ നിന്ന് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ഞാൻ എന്ന അഹങ്കാരത്തെ വെടിഞ്ഞ്, അതാണ് ഗജേന്ദ്രൻ്റെ കഥ അവിടെ പറഞ്ഞത്. ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോൾ, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതെ കണ്ടപ്പോൾ
തുമ്പിക്കൈ കൊണ്ട് ഒരു താമരപ്പൂവ് ഇങ്ങനെ എടുത്തിട്ട് ഭഗവാനെ നിലവിളിച്ച് ഗജേന്ദ്രൻ വിളിച്ച ആ വിളിയാണ് ഭഗവാനെ അവിടെ എത്തിച്ചത്. അപ്പോൾ ആ ഒരു എന്നെക്കൊണ്ട് ഇനി ആവില്ല എന്നൊരു അവസ്ഥ വരുമ്പോഴേ നമ്മൾ ആ ഒരു ശരണാഗതി അടയുന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ എന്ന്. അതുവരെയൊക്കെ നമ്മൾ ഈഗോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ഓരോ നഷ്ടങ്ങളും ഓരോ പരാജയങ്ങളും ഓരോ വേദനകളും ദുഃഖങ്ങളും അത് നമ്മളെ താഴ്ത്താൻ വേണ്ടിയിട്ടല്ല. ആ ദുഃഖങ്ങൾ, ആ നഷ്ടങ്ങൾ, ആ വേദനകളാണ് നമ്മളുടെ ശക്തിയിലുള്ള അഹങ്കാരം ഇല്ലാതാക്കിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയാനുള്ള തോന്നലുണ്ടാവുള്ളൂ. നഷ്ടം വന്നാലേ നമ്മൾ ഈഗോ കുറയുള്ളൂ, നേട്ടങ്ങളൊക്കെ ഈഗോ കൂട്ടുകയുള്ളൂ. അപ്പോൾ നഷ്ടം വരുമ്പോഴും തോൽവി വരുമ്പോഴും വേദനകൾ വരുമ്പോഴാണ് ഞാനൊന്നുമല്ല, എന്നെക്കൊണ്ട് ഇനി ആവില്ല എന്നുള്ള അവസ്ഥ വന്നിട്ട് ഭഗവാനിൽ ശരണം പ്രാപിക്കുകയുള്ളൂ. ആ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ കലിയുഗത്തിലെ മനുഷ്യർക്ക് സ്വാസ്ഥ്യം ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഭഗവാൻ ഇവിടെ സൂത മഹർഷി ഇവിടെ ശൗനകാദികൾക്ക് ഈ ഒരു കഥാവിവരണത്തിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ഗജേന്ദ്രമോക്ഷം കഥയെ അവിടെ അവതരിപ്പിച്ചത്. ഇനി ശ്ലോകം 36. തം സുഗാരാദ്യം ഋജുഭിഹി അനന്യശരണൈ നൃഭിഹി കൃതജ്ഞഃ കഹ ന സേവേദ ദുരാരാദ്യം അസാധുഭിഹി. തം സുഗാരാദ്യം ഋജുഭിഹി അനന്യശരണൈ നൃഭിഹി കൃതജ്ഞഃ കഹ ന സേവേദ ദുരാരാദ്യം അസാധുഭിഹി. തം ആ ഭഗവാനെ സുഖം ആരാധ്യം എന്ന് വെച്ചാൽ വളരെ സുഖമായിട്ട് ആരാധിക്കാൻ പറ്റുന്ന ആർക്കാണ്? ഋജുഭിഹി കാപട്യമില്ലാതെ ശരണൈ മറ്റാരും ശരണം പ്രാപിക്കാനില്ലാത്തൊരവസ്ഥ വരില്ലേ? എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, മറ്റാരും ശരണം പ്രാപിക്കാനില്ലാതെ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടോ നിൽക്കുന്നൊരവസ്ഥ വരുമ്പോൾ നൃഭിഹി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു ഭക്തനെ നിഷ്പ്രയാസം ആരാധിക്കാൻ കഴിയുന്നത് ആ ഭഗവാനെയാണ്. ഇനി അസാധുഭിഹി എന്ന് വെച്ചാൽ അഭക്തന്മാർക്ക് യാതൊരു ഭക്തിയുമില്ലാതെ ഞാനെന്ന അഹങ്കാരത്തിലെല്ലാം നേടിയെടുത്ത് ജീവിക്കുന്നതിനെ ദുരാരാധ്യം ഒരിക്കലും ആരാധിക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ആ ഭഗവാനെ കൃതജ്ഞ കഹന സേവേദേ കൃതജ്ഞതയോടുകൂടി സ്മരിക്കാൻ കഴിയാത്തവരായിട്ട് ആരുണ്ട് ഇവിടെ നിന്ന്? അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ, ആരും ശരണമില്ലാത്തൊരവസ്ഥയിൽ മനസ്സിൽ ഞാനെന്ന അഹങ്കാരം ഒരു അല്പം പോലും ഇല്ലാതെ, കാപട്യമില്ലാതെ ഭഗവാനെ അങ്ങനെ കാപട്യമില്ലാത്ത ഭക്തന്മാർക്ക് നിഷ്പ്രയാസം ആരാധിക്കാൻ കഴിയുന്നവനും, എന്നാൽ ഞാനെന്ന അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് പുറമേ നിന്ന് അനുഗ്രഹം നൽകുന്നവനാണ് ഭഗവാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന അഭക്തന്മാർക്ക് ഒരിക്കലും ആരാധിക്കാൻ കഴിയാത്തവനുമായിട്ടുള്ള ആ ഭഗവാനെ കൃതജ്ഞയോടുകൂടി സ്മരിക്കാൻ കഴിയാത്തവരായിട്ട് ആരുണ്ട് ഇവിടെ? അതാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ആ ഒരു നിമിഷത്തിൽ ഭഗവാൻ നൽകിയ ആനന്ദത്തെ സ്മരിക്കില്ലേ? ആ സ്മരണയില്ലാത്ത ആരുണ്ട് ഇവിടെ? അങ്ങനെയുള്ള ഭഗവാനെ സ്മരിക്കാത്തവരായിട്ട് ആരുണ്ട് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഇനി 37-38 ശ്ലോകങ്ങളിൽ പറയുന്നത്, വരാഹ അവതാര കഥയെ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ജീവിതത്തിൽ വരുന്ന പുണ്യം എന്താണ്? ഭഗവാന്റെ വരാഹ അവതാര കഥ പറയുകയും കേൾക്കുകയും ശ്രദ്ധയോട് കൂടിയിട്ട് ഭക്തിയോടെ ആ കർമ്മം കേൾക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ വരുന്ന പുണ്യം എന്താണെന്ന് പറയുകയാണ് 37-38 ശ്ലോകങ്ങളിൽ. യഹ വൈ ഹിരണ്യാക്ഷവദം മഹാദ്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മനഃ ശൃണോതി ഗായതി അനുമോദതേ അഞ്ജസ വിമുച്യതേ ബ്രഹ്മവദാത് അഭിദ്വിജ. സൂത മഹർഷി വിളിക്കുകയാണ് കേട്ടാ ശൗനകാദികളെ. അല്ലയോ ദ്വിജ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, യഹ ആരാണോ ഹിരണ്യാക്ഷവദം മഹാത്ഭുതം, ഹിരണ്യാക്ഷൻ എന്ന വസുരനെ വധിക്കുക എന്ന അത്യധികം അത്ഭുതകരമായ ആ കർമ്മത്തെ വിക്രീഡിതം ഭഗവാൻ ഒരു ലീല പോലെ കാരണസൂകരാത്മന, അതായത് ഭൂമിയെ ആ പാതാള ലോകത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരിക എന്നൊരു കർമ്മത്തിനായിട്ട് സൂകരം, അതായത് വരാഹരൂപത്തെ സ്വീകരിച്ചു വന്ന് ഒരു ലീല പോലെ അത്ഭുതകരമായ രീതിയിൽ ഹിരണ്യാക്ഷവധം എന്ന കർമ്മം നിർവഹിച്ച ആ ഭഗവാന്റെ കഥ
യഹ ആരാണോ ശൃണോതി ഭക്തിയോട് കൂടിയിട്ട് കേൾക്കുന്നത്, ഗായതി ആരാണോ ഭക്തിയോടുകൂടി ആ കഥ പറയുന്നത്, അനുമോദതേ അതിൽ ആനന്ദം അനുഭവിക്കുന്നത്, അവർ അഞ്ജസ വളരെ എളുപ്പത്തിൽ വിമുച്യതേ മോചിതരാകുന്നു, ബ്രഹ്മവദാത് അഭി ഏറ്റവും വലിയ കർമ്മം, ഏറ്റവും വലിയ പാപകർമ്മം ഏതാ? ബ്രഹ്മഹത്യ ശാപം അല്ലേ? ഏറ്റവും വലിയ പാപകർമ്മം ബ്രഹ്മഹത്യാ ശാപം. ബ്രഹ്മജ്ഞന്മാരെ, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞന്മാരെ ദ്രോഹിക്കുക, വധിക്കുക, അതാണ് ബ്രഹ്മവദാത് എന്ന് പറയുന്നത്. ബ്രഹ്മഹത്യ, അവരെ വധിക്കുക, അവരെ ദ്രോഹിക്കുക, ബ്രഹ്മജ്ഞന്മാരെ, അതാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ പാപകർമ്മം. ആ പാപം ചെയ്തവൻ പോലും അതിൽ നിന്ന് വിമുച്ചതേ അഞ്ജസാന്ന് വളരെ എളുപ്പത്തിൽ മുക്തനാകുന്നു എന്ന്. അതാണ് വരാഹാവതാര കഥ ഭക്തിയോടെ കേൾക്കുന്നവന്റെ ജീവിതത്തിൽ വരുന്ന പുണ്യം. ആരാണോ ഹിരണ്യാക്ഷവധം എന്ന അത്ഭുതകരമായ ആ ചരിതത്തെ ഭഗവാൻ ഭൂമിയെ സംരക്ഷിക്കാനായി വരാഹരൂപത്തെ സ്വീകരിച്ചിട്ട് ആ ഹിരണ്യാക്ഷനെ വധിക്കുക എന്ന അത്ഭുതകരമായ കർമ്മം നിർവഹിച്ച ഈ കഥയെ ഭക്തിയോടുകൂടി കേൾക്കുകയും ഭക്തിയോടുകൂടി പറയുകയും അതിൽ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നത് ആരാണോ അവർ വളരെ എളുപ്പത്തിൽ ഏറ്റവും വലിയ പാപകർമ്മമായ ബ്രഹ്മഹത്യാശാപത്തിൽ നിന്ന് പോലും സകല കർമ്മഫലത്തിൽ നിന്ന് പോലും അവൻ മുക്തനാകുന്നു എന്ന് സൂതമുനി ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥ ഇങ്ങനെ മനസ്സിലാക്കുന്നവൻ ഏതൊരുവൻ്റെ മനസ്സിലും ഭക്തി വളരുകയാണ് അല്ലേ? ആ നിർമ്മലമായ ഭക്തി കൊണ്ട് ഭഗവാനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ ഭഗവാൻ തന്നെ ഇച്ഛിക്കണം. നമ്മൾ ഇച്ഛിച്ചതുകൊണ്ട് അത് നടക്കില്ല. ഭഗവാനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ, ഭഗവാന്റെ ഒരു കൃപ നമ്മളിലേക്ക് ഒഴുകണം. ഭഗവാൻ അത് ഇച്ഛിക്കണം. എന്നെ ഇനി അവൻ കാണണം, എന്നെ അവൻ അനുഭവിക്കണം, എൻ്റെ അനുഗ്രഹം അവൻ അനുഭവിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കണം. അത് ഭഗവാൻ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ എന്നെ ഈഗോ വിട്ടിട്ട് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ ചെന്നിരിക്കണം. എന്നാൽ മാത്രമേ ഭഗവാൻ ഇച്ഛിക്കുള്ളൂ ഇനി അവൻ എന്നെ കാണാം, അനുഭവിക്കാമെന്ന്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ഭക്തി, അഹങ്കാരം ഉപേക്ഷിച്ചു കൊണ്ടൊരു ഭക്തി ഈ വരാഹ അവതാര കഥ കേൾക്കുന്നവൻ്റെയും പറയുന്നവൻ്റെയും ഉള്ളിൽ ഉദിക്കുമെന്ന്. അതോടെ അവൻ ചെയ്ത ബ്രഹ്മഹത്യ ശാപം പോലും, ബ്രഹ്മഹത്യ എന്ന ആ പാപം പോലും, ആ പാപത്തിൽ നിന്ന് പോലും അവൻ എത്രയും പെട്ടെന്ന് മുക്തനാവുമെന്ന് പറയുന്നത്. ശ്ലോകം 38. ഏതത് മഹാപുണ്യം അലം പവിത്രം ധന്യം യശസ്യം പദം ആയുഹു ആശിഷാം പ്രാണേന്ദ്രിയാണാം യുധി ശൗര്യവർദ്ധനം നാരായണഃ അന്തേ ഗതി അംഗ ശൃണ്വതാം. അല്ലയോ അംഗ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, സൂതമുനി പറയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ഏതത് ഈ കഥാവർണ്ണന, ഈ വരാഹമൂർത്തിയുടെ കഥ, ഈ അവതാര കഥ മഹാപുണ്യം നിറഞ്ഞതും അലം പവിത്രം അത്യധികമായി പവിത്രവും പരിശുദ്ധമായതുമായ കഥ, ധന്യം കേൾക്കുന്ന മാത്രയിൽ അത്യധികം ധന്യമായതും യശസ് വളരെ കീർത്തികരവുമാണ് ഈ വരാഹാവതാര കഥ. അതും ആയുസ് വർദ്ധിപ്പിക്കുന്നതും ആശിഷാം പ്രാണേന്ദ്രിയാണാം സകല പ്രാണ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളെയും, ആശിഷാം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുന്നതാണ് ഈ കഥ എന്ന്. കേൾക്കുന്നവനെ അത്യധികം പുണ്യം നിറഞ്ഞതും പരിശുദ്ധമായതും ധന്യമായതും അത്യകീർത്തിയുള്ളതും ആയിട്ടുള്ള ഈ വരാഹ അവതാര കഥ കേൾക്കുന്നവൻ്റെ ആയുസ് വർദ്ധിക്കുന്നു. കേൾക്കുന്നവൻ്റെ പ്രാണ ഇന്ദ്രിയങ്ങളുടെ എല്ലാ ഭൗതിക ആഗ്രഹങ്ങളെയും അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നു. ശൗര്യവർദ്ധനം യുദ്ധത്തിൽ അവൻ്റെ ശക്തി വർദ്ധിക്കുന്നു. അതോടൊപ്പം നാരായണഃ അന്തേ ഗതിയും ഏറ്റവും അവസാനത്തെ പരമഗതിയായ നാരായണമൂർത്തിയെ പ്രാപിക്കാനും അവൻ നേടിയെടുക്കാനും അവൻ പ്രാപ്തനാകുന്നു. ശൃണ്വതാം ഈ കഥാവർണ്ണന ഭക്തിയോടെ കേൾക്കുന്നവൻ. മനസ്സിലായോ? വരാഹാവതാര കഥാവർണ്ണന അത്യധികം പുണ്യം നിറഞ്ഞതും ധന്യമായതും കീർത്തിമത്തായതുമായിട്ടുള്ള പാവനമായ ഈ കഥ കേൾക്കുന്നവൻ്റെ ആയുസ് വർദ്ധിക്കും. അവൻ്റെ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ സകല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. അതോടൊപ്പം യുദ്ധത്തിൽ അവന് ശക്തി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ യുദ്ധത്തിന് പോകുന്നവരാണോ? അല്ലല്ലോ. യുദ്ധത്തിൽ ശക്തി കിട്ടും എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ ചെയ്യുന്ന യുദ്ധം, ജീവിതത്തോട് നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുകയല്ലേ, ആ യുദ്ധമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ജീവിതമാകുന്ന പോർക്കളത്തിൽ നമ്മളൊക്കെ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പറയുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെ, സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ജീവിതത്തോട് പടപൊരുതുന്ന ആ യുദ്ധത്തിൽ നമുക്കൊക്കെ ശക്തി വേണം. അതായത് ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് കടക്കാനുള്ള ശക്തി, മനോബലം കൂടാനും ഭഗവാനോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഗജേന്ദ്രനെ രക്ഷിച്ച പോലെ ഭഗവാൻ എന്നിലേക്ക് എത്തും എന്നുള്ള, എന്നെ രക്ഷിക്കാൻ എത്തും എന്ന അടിയുറച്ച വിശ്വാസത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ഭക്തി ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും പൊരുതി കടക്കാനുള്ള ധൈര്യം നമുക്ക് കിട്ടും. അതാണ് യുദ്ധത്തിൽ ശക്തി കൂടുകയും ചെയ്യും. ഒപ്പം ജീവിതത്തിൻ്റെ അവസാനം പരമഗതിയായി നാരായണനെ, ഭഗവാനിലേക്ക് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചെത്താൻ അവനെ പ്രാപ്തനാക്കുകയും അവനെ അതിനെ യോഗ്യനാക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്നവൻ്റെ മനസ്സിനെ എന്ന്. മനസ്സിലായോ? അതാണ് വരാഹാവതാര കഥയുടെ പുണ്യം. ആ കഥ കേൾക്കുകയും പറയുകയും ചെയ്യുന്നവൻ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് പോലും മോചിതനാകുന്നു. ജീവിതത്തെ പൊരുതി ജയിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി വരുന്നു. അവൻ്റെ ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു. ആരോഗ്യം കൂടുന്നു. എല്ലാത്തിനുമപ്പുറം പരമഗതിയായ പരമപദപ്രാപ്തി നാരായണിലേക്ക് ലയിച്ചു ചേരാൻ യോഗ്യനാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ വരാഹാവതാര കഥയെ ഇവിടെ സൂത മഹർഷി ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അധ്യായം 20 മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിലുള്ള സംവാദമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ആദിപരാശക്തി അമ്മേ.